അദ്ദേഹം ഉള്ളും പുറവും ഒരുപോലെ ധന്യമാക്കിയ ആളാണ്. അതാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്, മൻ സയ്യന ലാഹിറഹു ബിൽ മുജാഹദ ഹസ്സനല്ലാഹു സറായിറഹു ബിൽ മുശാഹദ. മൻ സയ്യന ലാഹിറഹു ബിൽ മുജാഹദ, ഒരാൾ തന്റെ ഭാഗ്യഭാഗത്തെ മുജാഹദ കൊണ്ട് പ്രത്യേകമായി നന്നാക്കിയാൽ, അലങ്കരിച്ചാൽ, തിന്മകൾക്കെതിരെ ജിഹാദ് ചെയ്തുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തിയാൽ, ഭൗതിക മോഹമില്ലാതെ, ആഡംബരമില്ലാതെ, ജാടയില്ലാതെ, കിബറില്ലാതെ ഒരു മനുഷ്യൻ തന്നിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നൂറാകുന്ന ഇൽമ പ്രവേശിച്ചിട്ടുണ്ട് എന്ന ചിന്തയോടെ നിന്നാൽ, ഹസ്സനല്ലാഹു സറായിറഹു ബിൽ മുശാഹദ, അവന്റെ അന്തരംഗത്തെ പടച്ചറബ് അവന്റെ രഹസ്യത്തെ മുശാഹദ കൊണ്ട് ഭംഗിയാക്കും. മുശാഹദ കൊണ്ട് പടച്ചറബ് ഭംഗിയാക്കും. അവന്റെ കൽബിൽ അവൻ അറിയാത്തത് അറിയും. ലദുന്യായ ഇൽമവനുണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഇൽമിന്റെ നൂർ അങ്ങോട്ട് അകത്ത് ചെന്നാൽ മഹാന്മാർ പറയുന്നു, ഇദാ ഖുദിഫൻ നൂറു ഫീ ഖൽബി അബ്ദിൻ, ആ നൂറാകുന്ന നൂറുത്ത ചൊല്ലി ഒരു മനുഷ്യന്റെ കൽബിലേക്ക് അങ്ങ് കടന്നാൽ, ഇദാ ഖുദിഫൻ നൂറു ഫീ ഖൽബി അബ്ദിൻ ഇൻഫസഹ വൻശറഹ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൽബിലേക്ക് അതിന്റെ പ്രകാശം അങ്ങ് കടന്നു ചെന്നാൽ ആ കൽബ് വികസിക്കുകയായി, ആ കൽബ് അങ്ങ് വിടരുകയായി. നല്ല മനുഷ്യന്റെ കൽബ് വിടരുന്നു. സ്വഹാബത്തൊരു ചോദ്യം, യാ റസൂലല്ലാഹ് ഫഹൽ ലിദാലിക മിൻ അലാമ, ഈ നൂറ് കൽബിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിന് അറിയാൻ വല്ല ലക്ഷണവുമുണ്ട് നബിയെ? ഫഹൽ ലിദാലിക മിൻ അലാമ, അതിന് എന്തെങ്കിലും ലക്ഷണമുണ്ടോ? അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു കൊടുത്തു 3 ലക്ഷണം. അത്തജാഫി അൻ ദാരിൽ ഉറൂർ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി. 3 ലക്ഷണങ്ങൾ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് 3 എണ്ണം? അത്തജാഫി അൻ ദാരിൽ ഉറൂർ, വഞ്ചനയുടെ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുക. വഞ്ചനയുടെ ലോകത്ത് നിന്നും അകന്നു നിൽക്കുക. വഞ്ചനയുടെ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുന്യാവിന്റെ സൗകര്യം പിന്നാലെ വന്നാലും വേണ്ടാന്ന് പറയാ. അതന്നെ. അപ്പൊ നമുക്കൊക്കെ ആളുകൾ ഒരു ഭൗതിക സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കൂലേ? സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം തന്നെ നോക്ക് നിങ്ങൾ. സമത്വ കേരള ജമിയത്തുൽ ഉലമ മുശാവറ ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട്, ബഹുമാനപ്പെട്ട തങ്ങളവർക്കുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ വെച്ചിട്ട്, സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട കാളമ്പാടി സാറിന് കാറ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. പ്രസിഡന്റായ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം നേരെ വന്ന് കാണുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ. എന്നിട്ട് ഉമർ അലി ശിഹാബ് തങ്ങളോട് പറയുന്നു, തങ്ങളെ ആ തീരുമാനത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഞാനിപ്പോ പോകുന്നത് പോലെ അങ്ങനെ പോയിക്കോളാം, എനിക്ക് പ്രത്യേകമായി കാറ് വേണ്ട എന്നർത്ഥം. ഈ ഒരു ഗൗരവാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അത് പറയുമ്പോൾ ആ മനുഷ്യൻ ഉഖർവിയായ പണ്ഡിതനല്ലേ? നിങ്ങൾ ചിന്തിക്കും, ഉഖർവിയായ പണ്ഡിതനല്ലേ എന്ന് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കൂ. ഇതേക്കുറിച്ചാണ് മനോഹരമായിട്ട് ഞാനൊരു കവിതയിൽ വായിച്ചത്. വഹബൂലഹു സയ്യാറതൻ ലിറഹീലിഹി, വഹബൂലഹു സയ്യാറതൻ ലിറഹീലിഹി ലം യഖ്ബലിൽ മിഫ്താഹ മിൻ ഔദാദി. വഹബൂലഹു സയ്യാറതൻ ലിറഹീലിഹി, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറ് കൊടുക്കാന്ന് പറഞ്ഞു. ലം യഖ്ബലിൽ മിഫ്താഹ്, താക്കോൽ സ്വീകരിച്ചില്ല. മിൻ ഔദാദി, അദ്ദേഹത്തോട് ബുദ്ധുള്ള സ്നേഹമുള്ള ജനങ്ങളെ കയ്യിൽ നിന്ന് താക്കോല് വേണ്ടാന്നോട് പോയിട്ട്, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ തൽക്കാലം അത് നിങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്നാ പറഞ്ഞു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ തൽക്കാലം എനിക്കൊരു വാഹനം നിങ്ങൾ കെട്ടിയേൽപ്പിക്കരുത്. മന്ദല്ലദീ റഫദ തറഫുഹാ കദാ ഫിൽ ഹാലി മിൻഹാ ഇബ്റത്തുൽ ഇബാദി. ആ ചോദ്യം നോക്ക് നിങ്ങൾ. മന്ദല്ലദീ റഫദ തറഫുഹാ കദാ, ആരാണ് ഇങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങളൊക്കെ തട്ടിമാറ്റുക? മന്ദല്ലദീ റഫദ തറഫുഹാ, ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ആരാണ് തട്ടിമാറ്റി നിഷേധിക്കുക? ഫിൽഹാലി മിൻഹാ ഇബ്റത്തുൽ ഇബാദി. ഫിൽഹാലി, ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും അതിൽ ഇബ്റത്തുൽ ഇബാദ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന്റെ അടിമകൾക്ക് പാഠമുണ്ട്, ചിന്തിക്കാൻ വകയുണ്ട്, ഇബ്റത്തുണ്ട്. അവിടെയാണ് ഒരു മനുഷ്യനെ അളക്കാനുള്ള അളവുകോല് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒരു മനുഷ്യന്റെ ഔന്നത്യം അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ അതൊക്കെയാ. ഭൗതികതയുമായി അയാൾക്ക് എത്രമാത്രം യോജിപ്പുണ്ട്, എത്രമാത്രം ബന്ധമുണ്ട്, മോഹമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരെ തിരിച്ചറിയാൻ അങ്ങനത്തെ ആൾക്കാർക്കേ പറ്റൂ. നമുക്കൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുക, ഒരു ആലിം എന്നല്ല, എന്താ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയും. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം, വ്യക്തിത്വം അളന്ന ആളുകൾ അളന്ന് കണക്കാക്കിയിട്ടുണ്ട്. 4 അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അദ്ദേഹമായി ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. 4 സന്ദർഭങ്ങൾ, 4-ലധികം ഉണ്ടാകാൻ, ഞാൻ കേട്ട 4 എണ്ണം ഞാൻ ഉദ്ധരിക്കുകയാണ്.
400, 400, 40 ഒക്കെ ഉണ്ടാവാം. 4 എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദ് തൃപ്പനച്ചി ഉസ്താദിനെ കാണാൻ ചെന്ന ഒരു രംഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉദ്ധരിച്ചു. കാലമ്പാടി ഉസ്താദിന്റെ 2 പെൺമക്കൾ പെട്ടെന്ന് മരണപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് ചില്ലറ അസ്വാസ്ഥ്യം സ്വാഭാവികല്ലേ. ആണുങ്ങളെ പോലെ സ്ത്രീജനങ്ങൾക്ക് അത്ര മനക്കരുത്ത് കിട്ടൂലല്ലോ. രാത്രിയിലൊക്കെ ഒരു ഭയം പോലെ തോന്നിയപ്പോ, ഒരു മാനസിക വിഷമം കണ്ടപ്പോ അത് പറയാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്ത് ചെന്നു, തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്ത് ബഹുമാനപ്പെട്ടവർ ചെന്നു. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ വമ്പിച്ച ജനക്കൂട്ടമാണ്. തൃപ്പനശ്ശേരി നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഉണ്ടാക്കിയ പള്ളിയുടെ സമീപത്ത്, അദ്ദേഹം പള്ളിക്കുള്ളിലുണ്ട്. കാലമ്പാടി ഉസ്താദ് പറഞ്ഞു, പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ദർശനത്താൻ ജാമ്യയിലേക്ക് തിരിച്ചു പോകണമല്ലോ, പെട്ടെന്ന് കണ്ടാ പെട്ടെന്ന് പോകാമായിരുന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. അതാരോ കേട്ടു. അവിടെ കൂടെ നിന്നിരുന്ന ആരോ പറഞ്ഞു, പെട്ടെന്ന് പോകേണ്ടവർക്ക് വേഗം പോകാം, കാണണമെങ്കിൽ കുറച്ച് സമയമൊക്കെ നിൽക്കേണ്ടി വരുന്നു. ഉസ്താദിനെ കുറിച്ച് അറിയാത്ത ആരോ പറഞ്ഞതാ. അദ്ദേഹം അത് കേട്ടപ്പോ ഒന്നും പ്രകോപിപ്പിച്ചില്ല. കാരണം അദ്ദേഹം പ്രകോപിച്ചില്ല, അദ്ദേഹത്തിന് അതൊന്നും വിഷയമല്ല. ബഹുമാനപ്പെട്ടവര് നേരെ കാലുകഴി പള്ളിയിൽ കയറി, പള്ളിയുടെ 1ാം നില കയറി, 2ാം നില കയറി, 3ാം നിലയിൽ കയറി. ഉസ്താദ് അവിടെ ഉണ്ടല്ലോ. 3ാം നിലയിൽ പാതി തുറന്നു കിടക്കുന്ന ഒരു വാതില്. ആ വാതിലിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോ കാലമ്പാടി ഉസ്താദ് ആ വാതിൽ വേഗം തുറക്കാൻ വേണ്ടി അടുത്തേക്ക് എത്തി. ആരോ വാതിൽ തുറക്കാൻ നോക്കുന്നു എന്ന് കണ്ടതോടുകൂടി തൃപ്പനച്ചി ഉസ്താദ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് വാതിലങ്ങോട്ട് തള്ളി അടക്കാൻ നിൽക്കുക. ആ അടക്കാൻ നിൽക്കുന്ന ആ രംഗത്തെ ബഹുമാനപ്പെട്ടവർ കാലമ്പാടി ഉസ്താദിനെ കണ്ടു. കണ്ട ഉടനെ വാതിലങ്ങ് മലർക്കെ തുറന്നിട്ടു. കൂടെയുള്ളവർ പറയുന്നു, കയ്യെ പിടിച്ച് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി, ആദരവോടെ കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്നൊരു ബെഞ്ച്, തന്റെ തലപ്പാവ് അഴിച്ചിട്ട് അത് തുടച്ചിട്ട് അതുമേലിരുത്തി. തൃപ്പനച്ചി ഉസ്താദിന്റെ തലപ്പാവ് അടിച്ചിട്ട് ബെഞ്ച് തുടച്ചിട്ട് കാലമ്പാടി ഉസ്താദിനെ അവിടെ ഇരുത്തുന്നു. അപ്പൊ ആളെ തിരിച്ചറിഞ്ഞതാണ്. മഹാന്മാരായ ആളുകൾക്ക് മഹാന്മാരെ തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് കാലമ്പാടി ഉസ്താദ് അവിടെ ആദരിച്ച് ഇരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല, കാലമ്പാടി ഉസ്താദിന് വേണ്ടി തൃപ്പനച്ചി ഉസ്താദ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. 2 പേർക്കും ചായ കൊണ്ടുവന്നു. ചായ കൊണ്ടുവന്നപ്പോ കാലമ്പാടി ഉസ്താദ് പറഞ്ഞു, എനിക്ക് മധുരം പറ്റില്ലല്ലോ. തൃപ്പനച്ചി ഉസ്താദ് ചായ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസുഖമൊക്കെ അങ്ങ് മാറിക്കോളും, ഇതങ്ങ് കുടിച്ചേക്കിന്നു. ഇതങ്ങ് കുടിച്ചേക്കി എന്ന് പറഞ്ഞങ്ങ് കൊടുത്തു. അതോടുകൂടി കാലമ്പാടി ഉസ്താദിന്റെ ആ ഷുഗർ പ്രശ്നവും അവസാനിച്ചു എന്ന് കാലമ്പാടി ഉസ്താദ് തന്നെ പറയുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദിനെ എത്ര ആദരിച്ചു. ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണ്ടേ. കണ്യാല മൗല റഹ്മത്തുള്ളാ പലപ്പോഴും ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദിന്റെ റൂമിൽ ജാമിയയിൽ വന്ന്, പ്രത്യേകിച്ച് ഔലിയാക്കന്മാർ പ്രാധാന്യം കൽപ്പിക്കുന്ന ഇശാ മഗ്‌രിബിന്റെ ഇടക്കുള്ള സമയത്ത് ദീർഘനേരം സംസാരിക്കുമായിരുന്നു അത്രേ. 2ാമത്തെ ഉദാഹരണം, ഒരിക്കൽ ബഹുമാനപ്പെട്ട മൗല അവർകൾ ബഹുമാന്യനായ കാലമ്പാടി ഉസ്താദിന്റെ കയ്യിൽ 50 രൂപ എടുത്ത് കൊടുത്തിട്ട് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞു പോയി തരേ. 50 രൂപ കാലമ്പാടി ഉസ്താദിന് അങ്ങോട്ട് കൊടുത്തിട്ട് ദ്വാരക്കണം എന്ന് ഓർക്കണം നിങ്ങൾ. മഹാന്മാരെ തിരിച്ചറിയുന്ന രംഗം നോക്ക് നിങ്ങൾ. നിരന്തരം ഇൽമുമായി ബന്ധപ്പെടുന്ന കാലമ്പാടി ഉസ്താദിന്റെ ഈ ആത്മീയ മേഖലയെ കുറിച്ച് നമുക്ക് എന്തറിയാം? ആത്മീയത അറിയുന്ന ആളുകൾക്ക് അതറിയാം, നമുക്കറിയില്ല. തെക്കൻ കേരളത്തിലെ സമത്വയുടെ പ്രവർത്തനവുമായി ഒരിക്കൽ പര്യടനത്തിന് പോയ ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പാണ് ആലുവായി അബൂബക്കർ മുസ്ലിയാരെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചു. ആലുവായി അബൂബക്കർ മുസ്ലിയാർ വിശ്രമിക്കുന്ന ആസ്ഥാനത്തെത്തി. വലിയുള്ളാഹി ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ സമീപത്തേക്ക് ചെല്ലുന്നതിന് വേണ്ടി ആ വീട്ടിൽ ചെന്നപ്പോ ഹാദിമ്യങ്ങളിൽപ്പെട്ട 1-2 പേര് പറഞ്ഞു, ഇന്ന് വലിയ ദേഷ്യത്തിലാണ്, അങ്ങോട്ട് കടക്കുന്നവർ മുഴുവൻ ആട്ടി പുറത്താക്കുകയാണ്, പോവാതിരിക്കാൻ നല്ലത് എന്നൊരു ഉപദേശം കൊടുത്തു. അങ്ങോട്ട് കയറുന്നവരെ മുഴുവൻ ദേഷ്യപ്പെട്ട് ആട്ടി പുറത്താക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദ് പറഞ്ഞു, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ നമ്മളെ അദ്ദേഹം സ്വീകരിക്കാതിരിക്കില്ല, വിസ്മിച്ചില്ല, അദ്ദേഹം കയറിപ്പോയി. ആ രംഗം കണ്ടു നിന്ന ആളുകൾ പറയുന്നു, കാലമ്പാടി ഉസ്താദ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും സഹപ്രവർത്തകരുണ്ട്. പക്ഷെ കാലമ്പാടി ഉസ്താദ് ഇങ്ങനെ കയറി വരുമ്പോ ആലുവായി അബൂബക്കർ നേരെ നോക്കിയിട്ട് പറഞ്ഞു തരേ, ഒരു മുസ്ലിയാർ വരുന്നുണ്ട്, അയാൾക്ക് ചായ കൊടുക്കണം, ഒരു മുസ്ലിയാർ വരുന്നുണ്ട് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഏതാനും മുസ്ലിയാക്കന്മാർ ഒന്നിച്ചു വരുമ്പോ ഒരു മുസ്ലിയാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മൂലിയരെ പോലത്തെ ഒരു മൂലിയർ വരുന്നുണ്ട് എന്നതിന്റെ അർത്ഥം. ആളെ തിരിച്ചറിഞ്ഞതാ. യോഗ്യനായ ഒരു പണ്ഡിതൻ വരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ദേഷ്യപ്പെട്ട് പുറത്താക്കുമെന്ന് പറഞ്ഞ ഹാദിമ്യങ്ങൾ പോലും അന്തം വിട്ടുപോയി ഇരുത്തിയിട്ട് ചായ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് ആരും അടുക്കണ്ട, ആട്ടി പുറത്താക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ കാലമ്പാടി ഉസ്താദിന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗം ഓർക്കണം നിങ്ങൾ. CM വലിയുള്ളാഹി റഹ്മത്തുള്ളാഹിയെ ഒരിക്കൽ സന്ദർശിക്കാൻ ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദ് ചെന്നു അത്രേ.
CM വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി തങ്ങളെ കണ്ട് സംസാരിച്ച് പിരിഞ്ഞു പോരുമ്പോ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് CM പറഞ്ഞു അത്രേ, ഉഖറവിയായ പണ്ഡിതനാണ്, സൂക്ഷിക്കണം. അത് ഉഖറവിയായ പണ്ഡിതനാണ്, സൂക്ഷിക്കണം. അതൊരു സർട്ടിഫിക്കറ്റാ. 4 ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെ എത്രയോ ഉദ്ധരിക്കാനുണ്ട്. ഈ 4 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ വായിച്ചെടുത്തത് എന്താ? ഞാൻ വായിച്ചെടുത്തത് ലാ യഅരിഫു ഫദ്ല അഹ്ലിൽ ഫദ്ലി ഇല്ലാ അഹ്ലുൽ ഫദ്ൽ എന്ന തത്വമാണ്. ലാ യഅരിഫു ഫദ്ല അഹ്ലിൽ ഫദ്ലി, ശ്രേഷ്ഠവാന്മാരുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ കഴിയില്ല. ഇല്ലാ അഹ്ലുൽ ഫദ്ലി, ശ്രേഷ്ഠവാന്മാർക്കല്ലാതെ. ശ്രേഷ്ഠതയുള്ളവർക്ക് മാത്രമേ ശ്രേഷ്ഠതയുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ പറ്റൂ. ആള് ശ്രേഷ്ഠനാണോ എന്നറിയണമെങ്കിൽ തിരിച്ചറിയുന്ന ആളും ശ്രേഷ്ഠനായിരിക്കണം. ഇത് വെറും വാക്കല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉദ്ധരണിയാണ്. അലി തങ്ങളുടെ വാചകമാണ് ഞാൻ ഉദ്ധരിച്ചത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഈ പ്രസിദ്ധമായ ഉദ്ധരണി. ഈ മഹത്തുക്കളൊക്കെ, ഞാൻ പറഞ്ഞ 4 മഹത്തുക്കളും കാളമ്പാടി ഉസ്താദിനെ ആദരവോടെ കണ്ടതെന്തുകൊണ്ടാ? അവർ ആ ശ്രേഷ്ഠവാന്റെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ അത്രയും ശ്രേഷ്ഠത, അതിനപ്പുറം ശ്രേഷ്ഠതയുള്ള മഹാന്മാരായിരുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അഹന്തയില്ലായിരുന്നല്ലോ. അഹന്തയുടെ യാതൊരു ലക്ഷണവും അദ്ദേഹത്തിനില്ലല്ലോ. അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും അദ്ദേഹത്തിനില്ല. ഇൽമിന്റെ മഹത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ പെരടിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നും എപ്പോഴും നമുക്ക്. ഒരു വേദിയിൽ കാളമ്പാടി സാധിച്ചാൽ ഈ രീതിയിൽ ഇരിക്കുന്ന തല കുനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ? അപകർഷതാബോധം കൊണ്ടല്ല. കവിതയിൽ ഒരു കവി അദ്ദേഹത്തെ കുറിച്ച് മനോഹരമായി പറഞ്ഞു, ബിധിമാരിനൂരിൽ ഇൽമി ഇൽവുൻ ഉനുഖുഹു, ബിധിമാരിനൂരിൽ ഇൽമി ഹിൽവുൻ ഉനുഖുഹു വദനാ കിതാഫും മിൻഹു ലിന്നശാദി. ബിധിമാരിനൂരിൽ ഇൽമി, ഇൽമിന്റെ പഴം കൊണ്ട്, ഇൽമാകുന്ന പഴം ആ മരത്തിലങ്ങ് നിറയുമ്പോ അത് കുനിഞ്ഞു പോകുന്നത് പോലെ ഹിൽവുൻ ഉൻകുഹു, അദ്ദേഹത്തിന്റെ പെരടി കുനിഞ്ഞു പോയി. ആ മഹാനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ വാചകം നോക്ക് നിങ്ങൾ. ഹദാ സമീഉ ഹബീബി ഖല്ലാഖിൻദുരി ബിസഅദത്തിൽ ഉസ്താദി കാളമ്പാടി. നല്ല കവിതാ ശകലത്തിലൂടെ മഹാനവറുകളെ ഇങ്ങനെ ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹികൾക്കും ബന്ധുജനങ്ങൾക്കും അതുപോലെ പ്രാസ്ഥാനിക പ്രവർത്തകർക്കും ഒക്കെ എന്തുകൊണ്ട് കഴിഞ്ഞു? ആ മഹാനുഭാവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മഹത്വം അവർക്ക് അറിയാവുന്നതുകൊണ്ട്. അതാണ് ആലിമ്. നമ്മുടെ ഇവിടെ അനുസ്മരിക്കുന്നതും അങ്ങനെ തന്നെ. അങ്ങനത്തെ ആലിമികളെ അനുസ്മരിക്കുന്ന മജ്ലിസല്ലേ ഇത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല, തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ ഇല്ലല്ലദീ യദ്ഉകും മിനൽ ഖംസി ഇലൽ ഖംസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകർ പറയുന്നു, നിങ്ങൾ ഒരു ആലിമിന്റെ അടുത്തും ഇരിക്കാൻ പാടില്ല. എങ്ങനെയുള്ള ആലിമിന്റെ സമീപത്തെ മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ? ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ ആലിമീങ്ങളുടെ പിന്നാലെയും കൂടണ്ട, എല്ലാ ആലിമീങ്ങളുടെയും ഒപ്പം നിങ്ങൾ പോകാൻ നിൽക്കണ്ട, അവരെ പിന്നാലെ ഇരിക്കാൻ നിൽക്കരുത്, അവന്റെ പിന്നിൽ കൂടരുത്. ഇല്ലല്ലദീ യദ്ഉകും മിനൽ ഖംസി ഇലൽ ഖംസ്, 5 കാര്യത്തിൽ നിന്ന് 5 കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്റെ കൂടെ മാത്രമേ നിങ്ങൾ നിൽക്കാവൂ, പോകാവൂ, ഇരിക്കാവൂ. 5 കാര്യത്തിൽ നിന്ന് 5 കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതൻ നോക്കണം. അതാണ് പാണ്ഡിത്യത്തിന്റെ ധർമ്മം. എന്താണത്? മിന ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ദൃഢീകരണത്തിലേക്ക്. സംശയത്തിൽ നിന്ന് ദൃഢീകരണത്തിലേക്ക്. ഒരു കാര്യം ചെന്ന് ചോദിച്ചാൽ അത് തഹ്ഖീഖുള്ള പണ്ഡിതന് ശരിക്കാണ് സംശയം തീർത്തു തരും. അത് പിന്നെ അയലിലിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ ആടിക്കളിക്കില്ല. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കിട്ടും. അങ്ങനത്തെ പണ്ഡിതൻ അത് പണ്ഡിതനാണ്. കാളമ്പാടി സാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു നോക്ക്, കണിശമായ മറുപടി കിട്ടുമല്ലോ. യാതൊരു തരത്തിലും അദ്ദേഹത്തിൽ നിന്നും ഒരു അഴകുടമ്പൻ സമീപനം ആ വിഷയത്തിൽ ഉണ്ടാവില്ല. അതാണ് മിന ശക്കി ഇലൽ യഖീൻ. അങ്ങനത്തെ പണ്ഡിതനെ നോക്കണം. ശക്കിൽ നിന്ന് യഖീനിലേക്ക് നമ്മളെ നയിക്കുന്ന പണ്ഡിതൻ. വമിനൽ കിബ്രി ഇല തവാദുൽ, വമിനൽ കിബ്രി ഇല തവാദുൽ, അഹന്തയിൽ നിന്നും വിനയത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. ആ പണ്ഡിതനെ കണ്ടാൽ അദ്ദേഹമായി പെരുമാറിയാൽ അഹങ്കാരം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് തോന്നൂല. വല്ല വിനയം. കാളമ്പാടി സാറിനെ കാണുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു, കണ്ണേത്തു സാദ് അങ്ങനെയായിരുന്നില്ലേ? നല്ല വിനയം, ഒരിക്കലും അഹങ്കരിക്കാത്തവൻ. വമിനൽ അദാവതി ഇലൻ നസ്വിഹ, ശത്രുതയിൽ നിന്നും ഗുണകാംക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന ആൾ. ശത്രുത ഗുണകാംക്ഷ. ചില ആൾക്കാർ എവിടെയെങ്കിലും പോയിട്ട് പണ്ഡിതന്മാര് പ്രസംഗിച്ചാൽ തന്നെ ആ നാട്ടിൽ കുഴപ്പമായിരിക്കും ആകെ. നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ രീതി കൊണ്ടോ മറ്റൊരാൾക്ക് വിഷമം വരാൻ പാടില്ല. നസീഹ അദ്ദീനു അൻ നസീഹ. അവർ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് നസീഹത്ത് മാത്രം പ്രതീക്ഷിക്കാം. വമിന റിയാഇ ഇലൽ ഇഖ്ലാസ്, ലോകമാന്യതയിൽ നിന്നും ആത്മാർത്ഥതയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന പണ്ഡിതൻ. 4-മത്തെ, ലോകമാന്യതയിൽ നിന്നും അഥവാ പ്രകടനപരതയിൽ നിന്നും ആത്മാർത്ഥതയിലേക്ക്. ആ കാട്ടിക്കൂട്ടലല്ല.
ജാടൽ, ഇഖ്ലാസോട് കൂടി കാര്യം ചെയ്യാം. വമിനർ റഅബത്തി ഇല സുഹദ്, മോഹത്തിൽ നിന്നും വിരക്തിയിലേക്ക്. കെട്ടിപ്പൊക്കണം, നേടണം, ഉണ്ടാക്കണം എന്ന മോഹമല്ല, ശരിക്കും സമാധാനപരമായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനസ്സ്. അങ്ങനത്തെവനാ പണ്ഡിതൻ. അങ്ങനത്തെ ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ അത് ഒരു പ്രദേശത്ത് ഒരു കുടുംബം ഒന്നാകെ മരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, മൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗതി ആലിം. ഒരു കബീല ഒന്നാകെ മരിച്ചാലും ശരി, അതിനേക്കാൾ ഗൗരവം ഒരു പണ്ഡിതന്റെ മരണമാണ്. ഒരു പണ്ഡിതന്റെ മരണം കൊണ്ട് സമൂഹത്തിന് ഒരുപാട് കാര്യം നഷ്ടപ്പെടാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിന് നഷ്ടപ്പെടാനുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു വിഷയം വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഒരു പണ്ഡിതന്റെ കയ്യിൽ നിന്നേ കിട്ടൂ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പലപ്പോഴും ജാമ്യയിലെ ക്ലാസിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ജമാഅത്തുകൾക്ക് ഇഹ്സാനുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞത്രേ. നിർജീവ വസ്തുക്കൾക്ക് ഗുണം ചെയ്യാൻ കഴിയുന്ന അർത്ഥം. ജമാഅത്ത് നിർജീവ വസ്തുവാണോ? അപ്പോ ശിഷ്യന്മാരിൽപ്പെട്ട ആരോ ചോദിച്ചു, നിർജീവ വസ്തുക്കൾ, ഇപ്പൊ ഈ ഡെസ്ക്, ഈ പ്രസംഗപീഠ റോസ്ട്രം, അതുപോലെ തന്നെ നമ്മുടെ ഈ മേശ, ഇതൊക്കെ എങ്ങനെയാ ഗുണം ചെയ്യാൻ നിർജീവ വസ്തുക്കൾ? തബറുക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്കറിയാം. കാലമ്പാടി ഉസ്താദ് ഉടനെ മറുപടി പറഞ്ഞു, ആലോചന പോലില്ല, ഉടനെ മറുപടി. ജമാഅത്തുകൾക്ക് ഇഹ്സാനുണ്ടോ എന്നാ ചോദ്യം. നിർജീവ വസ്തുക്കൾക്ക് ഗുണം ചെയ്യാൻ കഴിയുമോ? ഒരു ഹദീസിന്റെ ഒരു തുണ്ടം കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ തന്നെ കുട്ടികൾക്കൊക്കെ മനസ്സിലായല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞിട്ടില്ലേ, ഉഹുദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹുദ് മല നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഉഹുദ് മലയെ സ്നേഹിക്കുന്നു. ഉഹുദ് മല ഒരു മലയല്ലേ? ആ മല നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഉഹുദിനെ സ്നേഹിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉഹുദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ജമാഅത്തിന് ഇഹ്സാനുണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദ്. കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ആ നിർജീവ വസ്തുവായ ഉഹുദിന് പോലും ഗുണം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഉഹുദ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ. അപ്പൊ ജമാഅത്തുകൾക്ക് ഇഹ്സാനുണ്ടെന്ന പദം എത്ര പെട്ടെന്ന് ഉസ്താദ് തെളിയിച്ചു. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താ? ബഹ്റുൽ ഉലൂമാണ്, ഇൽമിന്റെ ആഴം. അതന്നെ ആ വിഷയം അപ്പൊ മനസ്സിൽ ഓടി വരണം. ബദാഹത്തുലക്കൽ വലിയൊരു സംഗതിയാ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ അങ്ങനെയായിരുന്നു. ചോദിച്ചാൽ ഉടനെ മറുപടി. വയുജീബു അൻ കുല്ലി സുആലി ബദാഹതൻ ഇത് കുല്ലു ഫന്നിൽ ഇൽമി ഫീഹി സവാഉ. ശൈഖുനായെ കുറിച്ച് ഒരു കവി പറഞ്ഞാണത്, ഏത് ഇൽമും അവിടെ റെഡിയാ, ചോദിക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. ഈ പണ്ഡിതന്മാർ ഇത്രയൊക്കെ ഔന്നത്യവും ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും അഹങ്കരിക്കാതെ നമുക്കിടയിൽ ജീവിച്ചില്ലേ? വളരെ വിനയാന്വിതനായി സഞ്ചരിക്കുന്ന കാളമ്പാടി സാധനെ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. എത്ര മനോഹരമാണത്. വലിയ വലിയ പദവിയിലെത്തിയാലും അവർ പദവി കൊണ്ട് ഒരിക്കലും സൗകര്യം ആഗ്രഹിക്കൂല. സമത്വ കേരള ജമിയത്തിൽ നമ്മുടെ പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അയ്യൂബ് ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞുത്രേ, ബാപ്പ ഈ മുമ്പിലുള്ള ഈ ബെഞ്ചൊന്ന് മാറ്റല്ലേ. മലപ്പുറത്തെ ഗ്രാമീണ ഭാഷയിൽ പടി എന്നാ പറയാ. 4 കാലിട്ട് ആ ബെഞ്ചിന് പടി എന്നാ പറയാ മലപ്പുറത്തെ ഗ്രാമീണ ഭാഷ. ഈ പടിയൊന്ന് മാറ്റില്ലേ എന്ന് ചോദിച്ചു. എന്താ മറുപടി? നിഷ്കളങ്കനായ ആ പണ്ഡിതൻ സമത്വയുടെ പ്രസിഡന്റ് ആയപ്പോ ഇനി യോഗ്യനായ ഒരു സ്ഥാനത്താണല്ലോ, അതുകൊണ്ട് ഈ ബെഞ്ചൊന്ന് മാറ്റണ്ടേ എന്ന മകന്റെ ചോദ്യത്തിന് മറുപടി എന്താ? ഇതിന്മേൽ ഇരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാ മതി. അത് നിഷ്കളങ്കതയാണ്. ഇതിന്മേൽ ഇരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നാ മതി. തുറന്ന മനസ്സിന്റെ ഒരു സമീപനമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിന്മേൽ ഇരിക്കാൻ പറ്റുന്നവർ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് അഹന്തയല്ല, തവാദുവിന്റെ താഴ്ന്ന പടിയാണ്, അങ്ങേയറ്റത്തെ പടിയാണത്. ആരെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അത് അംഗീകരിക്കൂല. ഒരാളിൽ നിന്നും പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു ഔദാര്യവും അദ്ദേഹം സ്വീകരിച്ചില്ലല്ലോ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് പല സ്ഥലത്തും ഉപഹാരം കൊടുത്തു നോക്കി സ്വീകരിച്ചില്ല. പലപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകാത്ത ചില ഘട്ടത്തിൽ മാത്രം സ്വീകരിച്ചിട്ടുണ്ടാവാം. പൊതുവെ അദ്ദേഹം ഉപഹാരം സ്വീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും വിളിച്ചാൽ തന്നെ പോയില്ല. ഉസ്താദിനൊരു സ്വീകരണമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൽ താല്പര്യപ്പെട്ടില്ല. സംഘടനക്ക് നേട്ടമുള്ള കാര്യത്തിന് പോയി, വേറൊന്നിനും പോയില്ല. അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഒന്നും നേടാൻ ആഗ്രഹിക്കാത്ത പൂർവീകരെ പോലെ. ഏതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഭരണഭാരം ഏറ്റെടുത്തു. ഖലീഫ ഹദിയ പോലും സ്വീകരിച്ചില്ല. ഒരു ഹദിയയും സ്വീകരിച്ചില്ല. ആപ്പിൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അത്രേ. അത് കൊണ്ടുപോയി കൊടുത്ത ആളുകൾ പറഞ്ഞു, അനലാ അഖ്ബലുൽ ഹദിയത, ഞാൻ ഹദിയ സ്വീകരിക്കൂല. വഅന ഖലീഫത്തുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ ഖലീഫയാണ്, എന്റെ അടുത്ത് ഹദിയ കൊണ്ടുവരണ്ട. ഈ സ്ഥാനത്തിന്റെ പേര് ഞാൻ ഒന്നും സ്വീകരിക്കൂല. എത്രത്തോളം സൂക്ഷ്മതയുടെ അങ്ങേ അറ്റം നോക്ക് നിങ്ങൾ. ഖലീഫ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്യരുത് എന്ന ഒറ്റ നിയ്യത്ത്. ദുആ ആരാ ആഗ്രഹിക്കാത്തത്? ദുആ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടാവോ? അദ്ദേഹം ദുആ ആഗ്രഹിക്കുമെന്ന് ഉറപ്പല്ലേ. പക്ഷേ അദ്ദേഹം ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുത്ത സന്ദർഭത്തിൽ മിമ്പറുകളിൽ വെച്ച് ഖലീഫക്ക് വേണ്ടി ദുആ മുഴങ്ങി.
ഇന്നും അറബ് നാടുകളിൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. ഹറമിൽ പോലും അത് നടത്താറുണ്ട്. ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പരിപാലകർ ആ രാജ്യത്തിന്റെ പരിപാലകർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതൊരു സ്വാഭാവികമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അധികാരം ഏറ്റെടുത്തപ്പോ മിമ്പറിൽ വെച്ച് പണ്ഡിതന്മാർ ദുആ ചെയ്തു ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് വേണ്ടി. അദ്ദേഹം ഇത് അറിഞ്ഞ ഉടനെ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒപ്പിട്ട ഉത്തരവ് എന്താ പറഞ്ഞത്? ഉദ്ഉലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ആമ്മ. പൊതുവായി മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ദ്വാരുന്നു. ഉദ്ഉലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ആമ്മ ഫൈൻ കുന്തും മിൻഹും, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉള്ളവനാണെങ്കിൽ ഉദ്ഖിലു ഫീഹിം, ഞാനും അതിൽ പെട്ടിട്ടുണ്ടാവും. ഉമറിന് വേണ്ടി പ്രത്യേക ദുആ ഒന്നും വേണ്ട. എന്താണ് ആ ഉദ്ധരണിയുടെ പ്രത്യേകത നോക്ക് നിങ്ങൾ. ഫൈൻ കുന്തും മിൻഹും, ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടോ, ഞാൻ അതിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ ഉമറിന് വേണ്ടി നിങ്ങൾ പ്രത്യേക ദുആ വേണ്ട. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തന്റെ ഭരണത്തെ ഉപയോഗപ്പെടുത്തി എന്ന കുറ്റം പടച്ച റബ്ബിന് മുമ്പിൽ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതായിരുന്നു ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. ഇതേ സ്വഭാവം സമത്വയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ പല പരിപാടികളിലും പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴും പഴയ കാലഘട്ടത്തിലെ പോലെ അടക്കാത്ത കടകളുള്ള അങ്ങാടിയിൽ വണ്ടി നിർത്തിച്ചിട്ട് ഒരു മെഴുകുതിരി വാങ്ങും, ഒരു തീപ്പെട്ടി. രാവിന്റെ നിശബ്ദതയിൽ കാളമ്പാടിയിൽ വന്നിറങ്ങിയിട്ട് വീട്ടിലേക്ക് കാറ് പോകില്ല. ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു പിടിച്ച് തീപ്പെട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പണ്ഡിതൻ സമത്വയുടെ പ്രസിഡന്റ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആ കനായത്തിനെ കുറിച്ച്, ആ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുത്തെ തലമുറയോട് ഇത് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുമോ? ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് പലരും അത് കണ്ടതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാസർകോട്ടൊക്കെ പല ഉറൂസുകൾക്കും ഉസ്താദിനെ നിർബന്ധിച്ച് ശിഷ്യന്മാർ ജോലി ചെയ്യുന്ന മഹലിലേക്ക് കൊണ്ടുപോകും. ബുദ്ധിമുട്ടുമ്പോഴേ പോകും. ശിഷ്യന്മാർ വിളിക്കുമ്പോൾ സ്നേഹം കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. ആ ശിഷ്യന്മാർ അവിടുന്ന് കയറ്റിവിടും വാഹനത്തിൽ. ചിലപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടാവും പ്രസംഗകരായി. അദ്ദേഹം ദുആക്കും. കാളമ്പാടിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അങ്ങോട്ട് പോകുന്ന വഴിയുടെ സമീപത്ത് വണ്ടി നിർത്തിയാൽ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ പാതിരാവിൽ. ഓർക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രായാധിക്യത്താൽ വിഷമിക്കുമ്പോഴും ഒരു മെഴുകുതിരി പിടിച്ചുകൊണ്ട് അർദ്ധരാത്രി വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു ദീനി ഹാദിം. അവിടെയാണ് നമ്മളൊരു മനുഷ്യനെ അളക്കേണ്ട അളവുകൾ ഉപയോഗിക്കേണ്ടത്. ആധുനിക ലോകത്ത് സമ്പത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോ തനിക്ക് വെച്ചു നീട്ടിയതുപോലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ പ്രത്യേകമായി സുഹൃത് കൊണ്ട് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ച മനുഷ്യന്റെ ജീവിത ശൈലി കടമെടുക്കണ്ടേ നമ്മള്? അവിടെയാണ് സമത്വയുടെ ആലിമീങ്ങളുടെ മഹത്വം. കണ്ണിയത്ത് ഉസ്താദും അങ്ങനെയിരുന്നു. അവരൊന്നും വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയ ആൾക്കാരല്ല. ഇത്ര വലിയ സൂക്ഷ്മാലുവായിരുന്നു അദ്ദേഹം.